ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം 1 ആസൂത്രിതമാണോ? 2 ഇതിൻ്റെ ചുരുളഴിയാൻ ഇനിയും നിരവധി കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നില്ലേ? അത് സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ആസൂത്രണം, ആരായിരുന്നു ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ പിന്നീട് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ ഏതായാലും ഭാഗ്യവശാൽ ഭാരതത്തിൻ്റെ സർക്കാർ സംവിധാനം, അത് സുരക്ഷാ സംവിധാനമാണെങ്കിലും ഇൻ്റലിജൻസ് ആണെങ്കിലും രഹസ്യ അന്വേഷണ വിഭാഗമാണെങ്കിലും ഒക്കെ ഏറ്റവും ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു വിജയമാണ് ഈ സംഭവം ഇത്ര മാത്രമായിട്ട് ഒതുങ്ങിയത്. അല്ലെങ്കിൽ സ്വാഭാവികമായും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭാരതത്തിലാകെ, അതിൽ പ്രത്യേകിച്ചും ബീഹാർ, ഇലക്ഷൻ നടക്കുന്ന ബീഹാർ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപകമായ ഒരു ആക്രമണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ 3000-ഓളം കിലോഗ്രാം അമോണിയം നൈട്രേറ്റും അതുപോലുള്ള സംഗതികളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് പുതിയ കാലത്തൊരു രീതിയുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് വാർത്ത പ്രചരിപ്പിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചും കൃത്യമായ ധാരണ അവർക്കുണ്ടാവും. ആ ധാരണ വ്യക്തമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ദേശാഭിമാനി വായിച്ചാൽ മതി. ദേശാഭിമാനി പറയുന്നത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് എഴുതിയ ആർട്ടിക്കിളാണെന്ന് മനസ്സിലാക്കണം. സംഭവം ഉണ്ടായ ഉടനെ എഴുതിയ ആർട്ടിക്കിൾ ആയിരിക്കാം, നേരത്തെ എഴുതി വെച്ചതായിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇപ്പം രീതി. അക്രമം നടക്കുന്നവരും ഭീകരാക്രമണം നടത്തുന്നവരും അവർക്കുള്ളവരും, ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ്, ചൈനയും പാകിസ്ഥാനും അറിഞ്ഞിട്ടാണ് ഭാരതത്തിൽ ഈ ഭീകരാക്രമണം എല്ലാം നടക്കുന്നത്. ചൈനയും അറിയുന്നു, ചൈനയും പാകിസ്ഥാനും അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ദേശാഭിമാനിക്കും ഭീകരരെ പൊതിഞ്ഞു വെക്കേണ്ട, സംരക്ഷിക്കേണ്ട, പ്രതിരോധിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത തെളിയിക്കുന്ന പ്രധാന വാർത്തയും എഡിറ്റോറിയൽ പേജിലെ ലേഖനവുമാണ് ഇന്നത്തെ ദേശാഭിമാനിയുള്ളത്. ദേശാഭിമാനി പറയുന്നത് അവിടെ സുരക്ഷാ സംവിധാനത്തിന്റെ പരാജയം 1. 2, അതിലും രസകരമായ കാര്യം, ഞാൻ അതിലേക്ക് വരാം. ഭാരതത്തിലെ ആദ്യത്തെ ഭീകരാക്രമണം എന്ന് പറയുന്നത് നഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നതാണ് പോലും. ഗാന്ധിവധം ദൗർഭാഗ്യകരമായ സംഭവമായിരുന്നു. അതിനെ ഇന്നത്തെ സംഭവമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. തന്നെയല്ല, അതൊരു ഭീകര പ്രവർത്തനമായിരുന്നു പറയാൻ പറ്റില്ല. അത് തീവ്രവാദവും ഭീകര പ്രവർത്തനമൊക്കെ വ്യത്യസ്തമാണ്. പിന്നെ അതിന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, അന്ന് നഥുറാം വിനായക് ഗോഡ്സെയെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അത് മുസ്ലിങ്ങളെ മണ്ടയ്ക്ക് വെച്ചിട്ട് അവരെ ആക്രമിക്കാനായിരുന്നു RSS തയ്യാറാക്കിയ പദ്ധതി എന്ന്. ഈ എഴുതിയ അയാളെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വിഡ്ഢി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ചരിത്രത്തിന്റെ അധ്യക്ഷനെ പോലും പഠിക്കാത്ത മനുഷ്യൻ എഴുതാൻ പറ്റുള്ളൂ. കാരണം 1, ഗോഡ്സെ കൃത്യം നിർവഹിച്ച ശേഷം, ആ ക്രൂരമായ കൃത്യം നിർവഹിച്ച ശേഷം കീഴടങ്ങുകയായിരുന്നു, ആരും പിടിച്ചതല്ല. അപ്പൊ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്ന് AKGയും EMSഉം കൃഷ്ണപിള്ളയും കൂടെ ചെന്നാണ് പിടിച്ചത്. നുണ പറയുന്നതിനും അതിര് വേണ്ടേ? രണ്ടാമതൊരു കാര്യം, അതിന് RSSന് എന്ത് ബന്ധമുള്ളത്? ഗോഡ്സെ പൊതുജീവിതം ആരംഭിക്കുന്നത് ഗാന്ധിയുടെ ശിഷ്യനായിട്ടാ. ഗാന്ധിയുടെ ശിഷ്യസ്ഥാനം കഴിഞ്ഞു, ഗാന്ധിയെ പോരായെന്ന് തോന്നിയതുകൊണ്ട് സംഘത്തിൽ ചേർന്നു. RSSന് തീവ്രത പോരായെന്ന് പറഞ്ഞിട്ട് ഹിന്ദു മഹാസഭയിൽ പോയി. ഹിന്ദു മഹാസഭയിലും അദ്ദേഹം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പം വീരസുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ശേഷം
ഗോഡ്സയുടെ ചില പ്രവർത്തികൾക്ക് സവർക്കർ, വീര സവർക്കർ ഗോഡ്സയെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ സവർക്കറോടും തന്നെ കഴിഞ്ഞിട്ടാണ് ഗോഡ്സയും കൂട്ടുകാരും പോയി ഗാന്ധിവധം നടത്തുന്നത്. അതിന് വേറെ ഒരു സംഘടനയ്ക്കും പങ്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെയും സഖാക്കളെയുമാണ്. കാരണം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത നിർമ്മൽ ചാറ്റർജി ആയിരുന്നല്ലോ അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. അല്ലെങ്കിൽ തന്നെ ഉപയോഗിച്ച ആയുധം തോക്ക സോവിയറ്റ് മെയ്ഡ് എന്നാണ് പറയുന്നത്. അടുത്ത കാര്യം, അന്ന് ഗാന്ധിജി ഇല്ലാതാകേണ്ട ആവശ്യം രണ്ടു കൂട്ടർക്കായിരുന്നു. ഒന്ന്, നെഹ്റുവിന്റെ രാഷ്ട്രീയത്തിന്; രണ്ട്, ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റുകാരോട് വിട്ടുവീഴ്ച ഇല്ലായിരുന്ന ഗാന്ധി ഇല്ലാതാവേണ്ട ആവശ്യം അവർക്കുമായിരുന്നു. ആ വിഷയത്തിലേക്ക് ഞാൻ പോവുകയല്ല ചെയ്യുന്നത്. അനവസരത്തിൽ ഈ കാര്യം കൊണ്ടുവന്നതിന് ഒരു മറുപടി പറഞ്ഞത് മാത്രം. പിന്നെ അതേ ലേഖനത്തിൽ മറ്റൊന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം ട്രംപ് എന്തോ സുഹൃത്തെ ട്രംപിന്റെ കാര്യങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ 1962 ഭാരതത്തെ ആക്രമിക്കുകയും ഭാരതത്തിന് മേൽ വീണ്ടും പല ആക്രമണങ്ങളും അഴിച്ചുവിടുകയും ഇസ്ലാമിക ഭീകരത ഭാരതത്തെ എതിർക്കുന്നവർക്ക് ഐക്യരാഷ്ട്രസഭയിൽ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ചൈനയോടുള്ള ചങ്ങാത്തം നിങ്ങൾ എന്താ ഇല്ലാതാക്കില്ലാത്ത? ട്രംപ് ഭാരതത്തെ ആക്രമിക്കാൻ വന്നിട്ടില്ലല്ലോ. മാവോ സേതുങ് തൊട്ടിട്ട് ഷീ ജിൻപിങ് വരെയുള്ളവര് ഭാരതത്തെ ആക്രമിച്ചവരാണ്. അവരോട് തിരിഞ്ഞു വന്നിട്ട് ആരിത് സഖാവേ, നിങ്ങളുടെ സഖാക്കളല്ലേ, ആരിത് സഖാവേ, ഞങ്ങളും ജീവിക്കുന്ന മണ്ണാണിത്, ഈ മണ്ണിലേക്ക് ആക്രമണം വേണ്ട എന്ന് പറയുന്നതിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ലേ? അതൊക്കെ അവിടെ നിൽക്കേണ്ട വിഷയം വേറെയാണ്. ഈ ഭീകര വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയം കാണാൻ ശ്രമിക്കുന്നവരോട് തിരിച്ചൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അത് മറ്റൊന്നുമല്ല, ബീഹാറിലെ ഇലക്ഷൻ ആയിരുന്നു. അതിലുൾപ്പെടെ ബീഹാർ ഇലക്ഷൻ ഉൾപ്പെടെ അവിടെ അട്ടിമറി സൃഷ്ടിക്കാൻ വേണ്ടി, ഭീകരാവത സൃഷ്ടിക്കാൻ വേണ്ടി കാലങ്ങളായിട്ട്, മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഇസ്ലാമിക ഭീകരവാദികളും പാകിസ്ഥാനും ചൈനയും സഖാക്കളും ഭാരതത്തിലെ സഖാക്കളും എല്ലാം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊരു സംശയം പറഞ്ഞാൽ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പും ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം മനസ്സിലാക്കൂ. ബീഹാറിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നേപ്പാളിന്റെ അതിർത്തി കൃത്യമായിട്ട് അടച്ചു, ശക്തമായി സുരക്ഷ ഏർപ്പെടുത്തി. ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളം ഗുജറാത്തിലെ മോഡ്യൂളിനെ പിടിച്ചു, ഫരീദാബാദിലെ മോഡ്യൂളിനെ തകർത്തു, ജമ്മു കാശ്മീരിലെ എന്ന് വേണ്ട ഉത്തർപ്രദേശില് ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന ജയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ മോഡ്യൂൾസിനെ അവസാന ഡോക്ടർമാർ ഉൾപ്പെടുന്ന കൂട്ടം, വെള്ളക്കോളർ ഡോക്ടർമാരുടെ കൂട്ടം സൃഷ്ടിച്ച മോഡ്യൂൾ, അതിനെ വരെ തകർത്ത് വളരെ കൃത്യമായ രീതിയിലേക്ക് ഭാരതം പോകുമ്പം, ഭാരതത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ പോകുമ്പം അവസാനം ഫരീദാബാദ് മോഡ്യൂള് കൂടെയുള്ള ബാക്കി ഡോക്ടർമാർ 3 പേരെ അറസ്റ്റ് ചെയ്ത് പിടിയിലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. താനും പിടിക്കപ്പെടുമെന്നും അറിഞ്ഞപ്പോഴല്ലേ ഈ ഡോക്ടർ, MBBS ഡോക്ടർ ഉമർ ഡൽഹിയിൽ കടക്കുകയും അക്രമത്തിന് വേണ്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയാം. വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നവനെ വീട്ടുകാരോടൊന്ന് പിടിക്കാനിട്ട് ഓടിക്കുമ്പം അവൻ ഓടിയ വഴിയെ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, അതിൽ കണ്ടൊരു വാഴക്കൊലയും വെട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറയുന്ന പോലെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പം ഈ ഡോക്ടർ ഉമർ, ഈ ഡോക്ടർ സഖാവ് ഉമർ, അവർക്കൊക്കെ മാർക്സിസ്റ്റുകാരുടെ സഖാക്കളായിട്ട് വിളിക്കുന്നതിനുള്ള യോഗ്യതയുണ്ട്. അവസാനമായി എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് കരുതി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പം ചെയ്തൊരു പ്രവൃത്തിയാണ് ഈ ലാൽക്കിലേക്ക് അടുത്ത് സംഭവിച്ച, റെഡ് ഫോർട്ടിനടുത്ത് സംഭവിച്ചെന്നാണ് ഇന്ന് ആ കാര്യത്തെക്കുറിച്ച് കാര്യവിവരമുള്ളവരെല്ലാവരും പറയുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ ചോദിക്കാം ഞാൻ. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ആ ദിവസം സെലക്ട് ചെയ്യാൻ സാധ്യതയില്ല.
സംഭവിച്ചത് തിങ്കളാഴ്ച. ആ പ്രദേശത്ത് ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ തിങ്കളാഴ്ച അവിടെ മാർക്കറ്റ് ഏതാണ്ട് ഹോളിഡേ ആണ്. അതുകൊണ്ട് ആൾക്കൂട്ടം കുറയുന്ന സന്ദർഭമാണ്. അവിടെ ആ ദിവസം തിരഞ്ഞെടുക്കാൻ സാധ്യത കുറവ്. അടുത്തത് ഒരു ലക്ഷ്യം, കൃത്യമായ ലക്ഷ്യമിട്ടിട്ടാണെങ്കിൽ അവിടെ ഹിന്ദുവിൻ്റെ ക്ഷേത്രമുണ്ട്, ഒരു ഗൗരി ക്ഷേത്രമുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, ഇവൻ റെഡ് ഫോർട്ട് തന്നെയുണ്ട്. ഭാരതത്തിന്റെ അധികാര കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അധികാരത്തിന്റെ പ്രതീകം എന്ന് പറയാവുന്ന റെഡ് ഫോർട്ട് ഉണ്ട്, ജാമാ മസ്ജിദ് ഉണ്ട്. ഇതെവിടെയെങ്കിലും കരുതിയിട്ട് പോയി ചെയ്തുകൂടായിരുന്നു, ടാർഗറ്റ് ചെയ്തിട്ട്. അത് തന്നെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ്, ആത്മഹത്യാപരമായ അറ്റംപ്റ്റ് ആണെന്നാണ് പല സ്റ്റോറി പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാക്സിമം എഫക്റ്റ് ഉണ്ടാക്കാനല്ലേ നോക്കുന്നത്. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഇതവിടെ പിന്നെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡൽഹിയിൽ കറങ്ങിയിട്ട് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട്. എത്ര കേസിലാണ് പിടിച്ചിരിക്കുന്നത്? സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സഖാക്കളുടെ പോലീസിന് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? അതിനകത്ത് LDF UDF ഉത്തരവാദികളല്ലേ? അപ്പൊ ഈ സന്ദർഭം എന്ന് പറയുന്നത് പരസ്പരം പഴിചാരുന്നതിനൊന്നുമല്ല. ഇനി ഒരു കാര്യം കൂടെ വരും. ഗവൺമെന്റ്, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ലേ, ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ യുദ്ധ ഭീഷണിയായി ഞങ്ങൾ കണക്കാക്കുമെന്നൊരു മറുപടി പറഞ്ഞല്ലോ. എന്നിട്ട് എവിടെ പോയി യുദ്ധം എന്ന് നാളെ അവരോട് ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. യുദ്ധ ഭീഷണിയായി കണക്കാക്കുമെന്ന് പറഞ്ഞാൽ ഭാരതം പിറ്റേ ദിവസം രാവിലെ തോക്കെടുത്ത് യുദ്ധത്തിന് പോകുന്നല്ല അർത്ഥം. അതിനെ നേരിടുന്നതിന് കൃത്യമായ പദ്ധതികൾ ഉണ്ടാവും, അത് ചെയ്യും. ഇത് ആര് ചെയ്താലും അവർക്കുള്ള മറുപടി കൊടുക്കുമെന്ന് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഖാക്കള് ഒപ്പം വേറെയാണ്. ഞാൻ ഒരു കാര്യങ്ങൾ എനിക്ക് എടുത്തു ചോദിക്കാനുണ്ട്. ബീഹാറില് നടത്താൻ വേണ്ടി തയ്യാറാക്കിയിരുന്ന പദ്ധതി, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ടാണോ ഇലക്ഷൻ സമയത്ത് പോലും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോവാതെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ പോലും മധ്യപ്രദേശിലെ ഏതോ ഉദ്യാനത്തിൽ പോയി, വനോദ്യാനത്തിൽ പോയിരിക്കുകയാണെന്ന് കേട്ടത്. അപ്പൊ ഇതൊക്കെ തിരിച്ചു ചോദിക്കാൻ വയ്യേ? ഇങ്ങോട്ട് ഇന്റലിജൻസിന്റെ ഫെയിലുവറാണ്, അശ്രദ്ധയാണ്, പ്രധാനമന്ത്രിയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കഴിവുകളാണെന്നൊക്കെ പറയുമ്പം തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ വയ്യേ? അതുപോലെ ഗോഡ്സയുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോഴും ആക്രമിക്കാൻ വരുന്നവരോട് പി കൃഷ്ണപിള്ളയെ കൊന്നതല്ലേ ആദ്യത്തെ ഭാരതത്തിലെ രാഷ്ട്രീയ ഭീകര കൊലപാതകം? എന്നിട്ട് പാമ്പ് കടിച്ച് നിങ്ങൾ കഥയുണ്ടാക്കിയില്ലേ? അതിന് കോടതി തെളിവില്ലെന്ന് പറഞ്ഞാൽ ഗോഡ്സയും RSSയുടെ ബന്ധത്തിനും കോടതി തെളിവൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം കോടതി തെളിവ് വേണം, ഞങ്ങൾ പറയുന്നതിനൊന്നും ഒരു തെളിവും വേണ്ട. പിന്നെ വേറൊന്ന്, ഭീകര രാഷ്ട്രീയ കൊലപാതകത്തിന്റെ എണ്ണമെടുത്താൽ കേരളത്തിൽ ഏതാണ്ട് 1968 നടന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകമായിരുന്നു ആദ്യത്തെ ഭീകര രാഷ്ട്രീയ കൊലപാതകം. ആ കേസിലെ 1-ാം പ്രതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ നിങ്ങൾ ആരെയാണ് ഇതുപോലെ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ ഒന്നായി നിൽക്കേണ്ട സാഹചര്യത്തിൽ പോലും ഗോഡ്സയുടെ പേരും പറഞ്ഞൊക്കെ വഴിതെറ്റിക്കാൻ വരുന്നത്? എന്തായാലും ഇത് ഇടതുപക്ഷത്തിനും INDA സഖ്യത്തിനുമൊക്കെ അവരുടെ സഖ്യകക്ഷികളായ ചൈനയും പാകിസ്ഥാനും ഭീകരരും ശ്രമിച്ച് പരാജയപ്പെട്ട, എന്നാൽ നേരിയ വിജയം, ഞാൻ ഈ പറഞ്ഞതുപോലെ ആകസ്മികമായ ആക്രമണത്തിൽ കൂടെ നേരിയൊരു വിജയം, നമുക്ക് വലിയ ദുരന്തവും അത് സംഭാവന ചെയ്തപ്പം, അത് അതിനിടയാക്കിയപ്പം അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭാരതത്തിൽ ജനം അനുവദിക്കില്ല. ഒരൊറ്റ കാര്യം കൂടി മാത്രമേ സൂചിപ്പിക്കുന്നു. എന്നും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഭീകരർ ആക്രമിക്കുന്നതിന് മുമ്പിൽ ഒരു സമൂഹത്തെ അവഗണിച്ചതാണ് കാരണം. അവരുടെ സാമ്പത്തിക പ്രശ്നമാണ് പ്രശ്നം, ഭീകരതയ്ക്ക് കാരണം പട്ടിണിയാണെന്നാണ്. നക്സൽ ആക്രമണം ഉണ്ടാകുമ്പോഴും ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമിക്കുമ്പോഴും
ഒക്കെ ഇവർ പറയാനുള്ള ന്യായം. ഇപ്പൊ പറയട്ടെ, ആയുധമെടുത്ത ഡോക്ടർമാരല്ലേ? കൊല്ലാൻ പദ്ധതിയിട്ടത് ജീവൻ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഡോക്ടർമാരല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഭൂരിപക്ഷം പേരും സാമ്പത്തികമായിട്ടില്ലാത്തവരായിരുന്നില്ല. അത് കൃത്യമായ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പേരിലുള്ള ആ റാഡിക്കലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് KT ജലീലിനെയും മദനിയെയും ഒക്കെ കൂട്ടുപിടിച്ചിട്ട് കേരളത്തിലും ഭീകരതയ്ക്ക് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കാൻ പോയവര് ഇനിയെങ്കിലും തിരിച്ചറിയണം. ആ തിരിച്ചറിവ് അവർക്കുണ്ടാവുകയാണെങ്കിൽ അവർക്കും നല്ലത്, നാടിനും നല്ലത്, ഭാരതത്തിനും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.